വോട്ടെണ്ണൽ കഴിഞ്ഞാലുടൻ സാധാരണക്കാരനെ കാത്തിരിക്കുന്നത് ആശ്വാസ വാർത്തയായിരിക്കില്ല കേട്ടോ. പോക്കറ്റ് ചോർത്തുന്ന കടുത്ത പ്രഹരമായിരിക്കും. അതിന്റെ ആദ്യ ചൂട് നാം കഴിഞ്ഞ ദിവസം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് ഒറ്റയടിക്ക് 1000 രൂപയ്ക്കടുത്ത് വർദ്ധിച്ച വില 3000 രൂപ കടന്നിരിക്കുന്നു. കൊച്ചിയിൽ 3085 രൂപയും കോഴിക്കോട് 3117 രൂപയുമായിട്ടാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുതിച്ചുയർന്നത്. ഇതിൽ പ്രതിഷേധിച്ച് മെയ് 6 സംസ്ഥാനത്തെ ഹോട്ടലുകൾ പണിമുടക്കിലേക്ക് പോവുകയാണ്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇത് കേവലം തുടക്കം മാത്രമാണെന്നാണ്. വാണിജ്യ സിലിണ്ടറിന്റെ വില വർധനവ് പോലെ തന്നെ ഗാർഹിക സിലിണ്ടറുകളുടെ വില വർധനവിലേക്കും കാര്യങ്ങൾ പോകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നിലവിൽ 913 രൂപയ്ക്ക് ലഭിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് വരും ദിവസങ്ങളിൽ 50 രൂപ വരെ വർദ്ധിക്കുമെന്നാണ് സൂചനകൾ. അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടുമ്പോഴും എണ്ണ കമ്പനികൾക്ക് ഓരോ ഗാർഹിക സിലിണ്ടറിലും ഏകദേശം 380 രൂപയുടെ നഷ്ടം സംഭവിക്കുന്നുണ്ട് എന്നാണ് ഔദ്യോഗികമായ കണക്ക്. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെ ഈ നഷ്ടം ഇരട്ടിയിലധികമായിരിക്കുകയാണ് കേട്ടോ. പശ്ചിമേഷ്യൻ യുദ്ധം മൂലം LPG ഇറക്കുമതിയിൽ 62% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനുവരിയിൽ 2.2 ദശലക്ഷം ടൺ വന്നിരുന്ന സ്ഥാനത്ത് മാർച്ചിൽ അത് വെറും 0.82 ദശലക്ഷം ടണ്ണാണ് വന്നത്. ഇനി പെട്രോൾ ഡീസൽ വിലയുടെ കാര്യമെടുക്കാം. കഴിഞ്ഞ 4 മാസത്തിലേറെയായി രാജ്യത്ത് ഇന്ധനവിലയിൽ വലിയ മാറ്റമില്ലാതെ തുടരുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിർത്തുകയായിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ കമ്പനികൾ ഇനി നഷ്ടം സഹിക്കില്ലെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. പെട്രോളിന് ലിറ്ററിന് 20 രൂപയും ഡീസലിന് 100 രൂപയുമാണ് എണ്ണ കമ്പനികൾക്ക് നിലവിലെ നഷ്ടം. ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില $70 $120 കുതിച്ചുയർന്നിട്ടും ഇന്ത്യയിൽ വിലയിൽ വലിയ മാറ്റമുണ്ടായിരുന്നില്ല. സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ഇന്ധനവില ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെ ഉടൻ വർദ്ധിപ്പിച്ചേക്കും. അതേസമയം സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് പെട്രോളിനും ഡീസലിനും 25 രൂപ മുതൽ 28 രൂപ വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. നിലവിൽ കേരളത്തിൽ 106 മുതൽ 108 രൂപ നിലവാരത്തിലുള്ള പെട്രോൾ വില ഇതോടെ താങ്ങാനാവാത്ത ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഈ വിലക്കയറ്റം എന്നതല്ലേ ഉത്തരം? പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യമാണ്. ലോകത്തെ എണ്ണ നീക്കത്തിന്റെ 1/5 നടക്കുന്ന ഹോർമുസ് കടലിടുക്ക് ഭാഗികമായി അടഞ്ഞുകിടക്കുന്നത് ഇന്ത്യയെ പോലെ എണ്ണ ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങളെ തളർത്തിയിരിക്കുകയാണ്. 2026 മാർച്ചിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി വൻതോതിൽ കുറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ എണ്ണയുടെ ഇറക്കുമതി അളവ് കുറഞ്ഞെങ്കിലും അത് വാങ്ങാൻ നൽകേണ്ടി വന്ന തുക 40% വർദ്ധിച്ച് 1.2 ലക്ഷം കോടി രൂപയായി ഉയർന്നിരിക്കുന്നു. അതായത് കുറഞ്ഞ അളവ് എണ്ണയ്ക്ക് കൂടുതൽ പണം നൽകേണ്ടി വരുന്ന അവസ്ഥ. മെയ് മാസത്തിൽ അമേരിക്കയുമായി പുതിയ കരാറുകൾ ഉണ്ടാക്കി എണ്ണ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആഭ്യന്തര വിപണിയിൽ വില കൂടുന്നത് തടയാൻ ഇത് പര്യാപ്തമാകില്ലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.